ഇത് കളിയാട്ട മഹോത്സവം നടക്കുന്ന കുറ്റ്യാട്ടൂരിലെ പുതിയ കുളങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. വടക്കൻ കേരളത്തിലെ വാണിയ സമുദായക്കാരുടെ കുലദേവത എന്നറിയപ്പെടുന്ന മുച്ചിലോട്ട് ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന തെയ്യം. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട വിദ്യാസമ്പന്നയും സുന്ദരിയും കന്യകയുമായൊരു യുവതി എങ്ങനെ മുച്ചിലോട്ട് ഭഗവതിയായി മാറി? ഒരു കാലത്ത് വേദശാസ്ത്രത്തിൽ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണരെ തോൽപ്പിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അന്യദേശക്കാരായ ബ്രാഹ്മണർ അക്കാലത്ത് പെരിഞ്ചല്ലൂർ ആസ്ഥാനമാക്കി തർക്കശാസ്ത്രത്തിൽ തങ്ങളുടെ അറിവും കഴിവും തെളിയിക്കുക പതിവായിരുന്നു. അതിൽ തർക്കശാസ്ത്രത്തിൽ പേരുകെട്ട മനയായിരുന്നു രായരമംഗലം മന. തലമുറകൾ നിലനിർത്താൻ മക്കളില്ലാതെ അന്യം നിന്ന് പോവാറായ ഈ മനയിലെ തിരുമേനിക്ക് തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു പെൺകുഞ്ഞ് പിറന്നു. ഇല്ലത്തെ പ്രാഥമിക പഠനത്തിന് ശേഷം അവൾ മാണിയാട്ട് ഇല്ലത്ത് അന്നത്തെ ആചാരപ്രകാരം ഗുരുകുല വിദ്യാഭ്യാസത്തിനായി ചേർന്നു. 15 വയസ്സായപ്പോഴേക്കും കന്യകയായ ഈ പെൺകിടാവ് സർവ്വവിദ്യകളിലും പ്രശസ്തി നേടുകയും ചെയ്തു. നാടുവാഴിയുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയായി മാറിയ ഈ പെൺകിടാവ് നാട്ടുകാരോടും പാവപ്പെട്ടവരോടും കരുണയുള്ളവളായിരുന്നു. എന്നാൽ വെറുമൊരു പെണ്ണായ അവളുടെ കഴിവിനെ അംഗീകരിക്കാൻ പെരിഞ്ചല്ലൂരിലെ യാഥാസ്ഥിക നമ്പൂതിരിമാർ തയ്യാറായില്ല. കന്യകയെ നേരിട്ട് തർക്കത്തിൽ പരാജയപ്പെടുത്താൻ കഴിയാതെ വന്ന പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണർക്ക് അവളുടെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാനും വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ സമയത്താണ് തൻ്റെ മുറച്ചെറുക്കനുമായുള്ള കല്യാണം ഉറപ്പിക്കുന്നത്. കല്യാണത്തിന് 3 നാൾ മാത്രം ബാക്കിയുള്ള അവസരത്തിൽ നാടുവാഴി കന്യകയെ കണ്ട് ഒരു സഹായം അഭ്യർത്ഥിച്ചു. അവൾ അതിന് തയ്യാറാവുകയും ചെയ്തു. ഉദയമണ്ഡലം ക്ഷേത്രനടയിൽ വെച്ച് നടന്ന തർക്കത്തിൽ ആദ്യ 3 ദിവസം കന്യക ബ്രാഹ്മണരെ തോൽപ്പിച്ചു. അതിൽ അവർക്ക് അവളോട് നീരസവും വൈരാഗ്യവും ഉണ്ടാക്കി. അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അവർ കന്യകയോട് ഒരു ചോദ്യം ചോദിച്ചു. ഏറ്റവും വലിയ വേദന എന്താണെന്നും ഏറ്റവും നല്ല സുഖം എന്താണെന്നും ചോദിച്ചു. ചോദ്യത്തിന് മറുപടിയായി അവൾ ഏറ്റവും വലിയ വേദന പ്രസവ വേദന ആണെന്നും ഏറ്റവും നല്ല സുഖം രതിസുഖം ആണെന്നും അവൾ ഉത്തരം നൽകി. പ്രസവ വേദനയെക്കുറിച്ചും രതിസുഖത്തെക്കുറിച്ചും ആധികാരികമായി പറയാൻ കന്യകക്ക് അവകാശമില്ലെന്ന് അവർ വാദിച്ചു. ശേഷം കന്യകയെ ഇല്ലത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപമാനിതയായ അവൾ വടക്കോട്ട് നടന്ന് കരിവള്ളൂരിലെത്തി കരിവള്ളൂരപ്പനെയും കണ്ട് രായരമംഗലം ഭഗവതിയെയും കണ്ട് തൻ്റെ സങ്കടം അറിയിച്ച് മനമൊരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അഗ്നികുണ്ഡമൊരുക്കി അതിൽ ചാടി ആത്മത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. രായരമംഗലം ക്ഷേത്രത്തിലേക്ക് എണ്ണയും കയ്യിലേന്തി പോയ മുച്ചിലോടൻ പടനായരോട് തീയിലേക്ക് എണ്ണ ഒഴിക്കാൻ ആവശ്യപ്പെട്ടു. അവളുടെ വാക്ക് കേട്ട് അമ്പരന്ന് മുച്ചിലോടൻ എണ്ണ മുഴുവൻ തീയിലേക്കൊഴിച്ചു. ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിൽ വന്ന മുച്ചിലോടൻ കണ്ടത് പാത്രം നിറയെ എണ്ണ. ആത്മാഹുതി ചെയ്ത കന്യക കരിവള്ളൂരപ്പൻ്റെയും രായരമംഗലത്തെ ഭഗവതിയുടെയും അനുഗ്രഹത്താൽ ഭഗവതിയായി മാറിയെന്ന് മുച്ചിലോടൻ മനസ്സിലാക്കുന്നു. ശേഷം തൻ്റെ കുലദേവതയായി ആരാധിക്കാൻ തീരുമാനിക്കുന്നു. മുച്ചിലോട്ട് ഭഗവതി എന്ന തെയ്യക്കോലത്താൽ അവൾ ഇന്നും വടക്കൻ കേരളത്തിൽ പുനർജനിക്കുന്നു.